ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൂണ പെൻ. നമുക്ക് ഇന്ന് എങ്ങനെ കുറച്ച് വിന്റേജ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വിന്റേജ് ടിക്കറ്റ്സ് ഉണ്ടാക്കാം. ഇതിന് ഞാനൊരു ഫൈൻ ലൈനർ എടുത്തിട്ട് ഇതുപോലെ ടിക്കറ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരക്കാം. റെക്ടാങ്കിളിന് അറ്റത്ത് കുറച്ച് വളച്ചിട്ടൊക്കെ വരച്ചാൽ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ. മൂന്നാമത്തെ ടിക്കറ്റ് ചെയ്തപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. മേലെയും താഴെയും സിഗ്സാഗ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ടിക്കറ്റ് ഉണ്ടോന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്കൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ചെയ്യാം. അടുത്ത ഞാനൊരു ബ്രൗൺ സ്കെച്ച് പെൻ എടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ടിക്കറ്റിന്റെയും ഔട്ട്ലൈൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഔട്ട്ലൈൻ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല, നേരെ കളർ കൊടുത്താലും മതി. പക്ഷെ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാനൊരു ബ്രൗൺ കളർ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളൊക്കെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് വാട്ടർ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ കളർ പെൻസിലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു പഴയ വിന്റേജ് ഫീൽ വരും കേട്ടോ. പേപ്പറൊക്കെ ഒന്ന് ക്രംബിൾ ആയിട്ട് ആ ഒരു ടെക്സ്ചർ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഫൈൻ ലൈനർ, ഒരു ബ്ലാക്ക് ഫൈൻ ലൈനർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ എഴുതി കൊടുക്കാം. ഞാൻ ഒരു ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. ഒരു ടിക്കറ്റിന് 50 എന്നും ഒരു ടിക്കറ്റിന് വെറുതെ ടിക്കറ്റ് എന്ന് എഴുതി കൊടുത്തിട്ട് നിർത്തുകയാണ്. ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മളുടെ വിന്റേജ് ടിക്കറ്റ് ഇഷ്ടമായോ? ഇനി നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാം. ഒരു വിന്റേജ് ലെറ്റർ ആയാലോ. ഈ ലെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗണും യെല്ലോവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആക്രിലിക് കളറാണ് ഞാൻ ഈ ഷീറ്റിന് കൊടുക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കേഴ്സീവ് ആയിട്ടാണ് എഴുതിയെടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ എന്റെ ജേർണൽ കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സാധനം. അടുത്ത നമുക്ക് കുറച്ച് വിന്റേജ് സ്റ്റിക്കേഴ്സ് ചെയ്യാം. ഇത് ചെയ്യാൻ ഭയങ്കര ഈസി ആടോ. വാട്ടർ കളർ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ സർക്കിൾ ആണ് കേട്ടോ വരക്കുന്നത്. ഇതുപോലെ പല പല കളറിൽ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇതിന്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വിന്റേജ് ഫ്ലവേഴ്സ് ആണ് വരക്കുന്നത്. എല്ലാത്തിന്റെ ഉള്ളിലും വരച്ചു കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. എന്ത് ഭംഗിയില്ലേ കാണാൻ. അപ്പൊ നമ്മളുടെ വിന്റേജ് സ്റ്റിക്കേഴ്സ് റെഡി. ഇനി നമുക്ക് കുറച്ച് ക്രംബിൾഡ് പേപ്പേഴ്സ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ സാധാരണ നോട്ട്ബുക്കിലെ പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ബ്രൗൺ കളറോ ചായയോ കോഫിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇത് കളർ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ചായയും കോഫിയും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ മടിയില്ലെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുക കേട്ടോ. ഞാൻ ആദ്യം കളർ കൊടുത്തപ്പോൾ കുറച്ച് ലൈറ്റ് ആയി വന്നുകൊണ്ട് ഇതിന്റെ മേലെ കൂടെ ഒന്നും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പേപ്പർ കളർ ചെയ്തിട്ട് എടുക്കാം. ആക്ച്വലി കുറച്ച് കൂടുതൽ പേപ്പർ കളർ ചെയ്താൽ നന്നായിരിക്കും, നമുക്ക് പിന്നെ യൂസ് ചെയ്യാലോ. പക്ഷെ ഇതിന്റെ മടി കാരണം ഞാൻ ആകെ 2 ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊന്ന് കളർ ചെയ്തതിന് ശേഷം ഉണക്കിയെടുക്കണം. എല്ലാ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുമ്പോഴും ഈ ഉണക്കിയെടുക്കുന്ന സ്റ്റെപ്പ് എനിക്ക് തീരെ പറ്റൂല, കാരണം എനിക്കിതിനുള്ള ക്ഷമയില്ല. എത്ര നേരം ഒന്ന് കാത്തെടുക്കണം ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഒരു സാധനം ഉണങ്ങണ നേരത്തെ ഞാൻ വേറെ സാധനം പോയി ചെയ്തിരുന്നു. അല്ലാതെ ഈ വീഡിയോ ഒരു സീക്വൻസ് പോലെ എടുക്കാനൊന്നും എനിക്ക് ക്ഷമയില്ല. ഇനി ഈ പേപ്പറിന്റെ അറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ കീറി കളയുക, ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കുക. നല്ലോണം ചുരുട്ടി കൂട്ടി എല്ലാ ദേഷ്യവും ആദ്യമേ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തുറന്നു നോക്കിയാൽ നമുക്ക് നല്ല അടിപൊളി ക്രംബിൾഡ് പേപ്പർ കിട്ടും. അങ്ങനെ ക്രംബിൾഡ് പേപ്പറിന്റെ കാര്യം റെഡിയായി. ഇത് പിന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയതുകൊണ്ട് ഇത് രസമുണ്ടോന്നൊന്നും ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല. എന്നാ ഇനി അടുത്ത സാധനത്തിൽ നമുക്ക് ചാടിയാലോ. ഇനി നമുക്ക് വാഷി ടേപ്പ് ഉണ്ടാക്കാം. വാഷി ടേപ്പ് ഇല്ലാതെ എന്ത് ജേർണലില്ലേ. വാഷി ടേപ്പ് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിൾ ആണേ. ഒരു നോട്ട്ബുക്കിലെ പേപ്പർ എടുക്കുക, ബ്രൗൺ കളർ കൊടുക്കുക. ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ടീയോ കോഫിയോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചായതുകൊണ്ട് ഞാൻ ബ്രൗൺ കളറേ യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഓരോ അറ്റിലും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എഴുതി കൊടുക്കാം. ഞാനിവിടെ വിന്റേജ് എന്ന് എഴുതിയിട്ട് കുറച്ച് ഹാർട്ടൊക്കെ ഇട്ടിട്ട് ഓരോ പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വാഷി ടേപ്പ് ഇങ്ങനെ സർക്കിളിൽ ചുറ്റി കൊടുക്കാം. ഇത് സംഭവം ഞാനൊരു തട്ടിക്കൂട്ട് പോലെയാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഇതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്ത വാഷി ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡയഗണൽ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ബ്രൗൺ സ്കെച്ച് പെന്നുകൊണ്ട്. നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി 2 വാഷി ടേപ്പ് ഉണ്ടാക്കി. അടുത്ത നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. ഇതിനൊരു പണിയുമില്ല. വാഷി ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ബാക്കി പേപ്പർ എടുത്തിട്ട് പാറ്റേൺ പേപ്പർ ആക്കുക. അടുത്ത നമുക്ക് കുറച്ച് പേപ്പർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. അതിന് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വിന്റേജ് വേർഡ്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ ബ്രൗണും യെല്ലോവും മിക്സ് ചെയ്തിട്ടുള്ള ആക്രിലിക് കളറാണ്. അതൊരു സാധാ പേപ്പറിൽ കളർ ചെയ്തെടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് എഴുതിയെടുക്കുക, കട്ട് ചെയ്യുക. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ഫിലിം റീൽ ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ കളർ ചെയ്തിട്ട് വരച്ചെടുത്ത സാധനം റെഡി. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ജേർണൽ സപ്ലൈസ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത എന്ത് വീഡിയോ വേണ്ടതെന്നും കൂടി കമന്റ് ചെയ്യൂ എല്ലാവരും.